വീണ്ടും അതേ വാക്യം നാം നോക്കിയാൽ 1 യോഹന്നാൻ 5:4 ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ലോകത്തെ ജയിച്ച ജയം അത് നമ്മുടെ പ്രവൃത്തിയുടെ ഫലമല്ല, അത് നമ്മുടെ ജനനത്തിൻ്റെ ഫലമാണ്. ജനനം വിശ്വാസത്തിൻ്റെ ഫലമാണ്. സാധാരണക്കാരായ ദൈവമക്കൾ ഗ്രഹിക്കാൻ വേണ്ടി ഒന്നുകൂടെ വചനത്തിലേക്ക് പോകാം. ഈ ലേഖനം 5:4 നാം വായിച്ചത്. 5:1 യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതെല്ലാം ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച് ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. അപ്പോൾ വിശ്വാസത്താലാണ് വീണ്ടും ജനനം. അതേ വിശ്വാസത്താലാണ് ലോകത്തിൻ്റെ മേലുള്ള ജയം. ജനനവും ജയവും വിശ്വാസത്താൽ. സ്തോത്രം, 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 സ്തോത്രം. ജനനവും ജയവും വിശ്വാസത്താൽ. നമുക്ക് ഇതൊന്ന് അനുഭവത്തിലാക്കാൻ കർത്താവ് കൃപ തരട്ടെ. നമുക്ക് ജയമുണ്ട്. തോക്കാൻ വേണ്ടി ജനിച്ചവർ അല്ല, ജയിക്കാൻ വേണ്ടി ജനിച്ചവരാണ്. നാം ജനിക്കുമ്പോഴേ ജയത്തോടെയാണ് ജനിക്കുന്നത്. സ്തോത്രം, 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 സ്തോത്രം. 2 രാജ്യങ്ങൾ തമ്മിൽ നീണ്ടു നിന്ന യുദ്ധങ്ങളുണ്ടെന്നിരിക്കട്ടെ. ഒടുവിൽ ഒരു രാജ്യം മറ്റു രാജ്യത്തെ പൂർണ്ണമായി കീഴ്പ്പെടുത്തി ജയം സ്വന്തമാക്കും. അപ്പോൾ അക്കാലത്ത് ജീവിച്ചിരുന്ന ആളുകളും അതിന് മുമ്പ് ജീവിച്ചിരുന്ന ആളുകളും യുദ്ധത്തിൻ്റെ കെടുതികൾ അനുഭവിച്ചു. എന്നാൽ ആ വർഷം ഗർഭിണിയായിരിക്കുന്ന സ്ത്രീകൾ ചില മാസങ്ങൾ കഴിയുമ്പോൾ പ്രസവിക്കുന്നു. ആ കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ജയിച്ചിരിക്കുകയാണ്. ജയിച്ച രാജ്യത്താവും. സ്തോത്രം. ജയിച്ച രാജ്യത്തേക്കാണ് ജനിക്കുന്നത്. ആ രാജ്യം ഓൾറെഡി ജയം കൈവരിച്ചു. ജയത്തിൻ്റെ കൊടി പാറി പറക്കുന്ന മണ്ണിലോട്ടാണ് ആ കുഞ്ഞ് ജനിച്ചു വീഴുന്നത്. ജനനത്താൽ ജയം, വിശ്വാസത്താൽ ജനനം, ജനനത്താൽ ജയം. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിച്ചിരിക്കുന്നു. യേശു ക്രിസ്തു ശത്രുവിൻ്റെ മേൽ ജയം കൊണ്ടാടിയതോടുകൂടെ നാമും ജയം പ്രാപിച്ചിരിക്കുന്നു. യേശുവിൻ നാമത്തിൽ ആമേൻ.